അതെ, ഞങ്ങൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പണിയിലാണ് കേട്ടോ, പണിയിൽ. അപ്പം എല്ലായിടത്തും ഓണമൊക്കെ വന്ന് ഇങ്ങനെ പഠിക്കലായിട്ടില്ലാന്ന് തോന്നുന്നു. കുറച്ച് അകലെ മാറി ഓണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അടുത്തോട്ട് ഇങ്ങനെ വരാൻ പോകുന്നു. ഞങ്ങൾക്കും അടുത്തോട്ട് ഇങ്ങനെ വരാൻ പോയാണ്. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. മഴ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും പുല്ലൊക്കെ നല്ലോണം ആയിപ്പോയി കേട്ടോ. മുറ്റത്തൊക്കെ നിറച്ച് പുല്ലായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, നല്ലോണം ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം. അയ്യോ, ഓരോ സൈഡ് പിടിച്ച് ഞങ്ങൾ വൃത്തിയാക്കി വരികയാണ്. ഈ ഭാഗം ഉണ്ടോ നല്ലോണം വൃത്തിയേടായി പോയത്. കാരണം ഇവിടെ മേലെ ഷീറ്റ് ഇട്ടുകൊണ്ട് വെള്ളം ഉണങ്ങാത്ത സ്ഥലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ ചളി കെട്ടിപ്പോയി. കുറച്ച് മണ്ണൊക്കെ മാറി അങ്ങോട്ട് ഇടണം. ഞാനാണ് ഈ ചേരിയൊക്കെ പത്തിയോട് ഇട്ടത്. നടക്കാൻ വേണ്ടി ചളിയായിട്ട് പറ്റുന്നില്ല. ഇല്ല, കഴിഞ്ഞാലുണ്ടായില്ല. അത് ഈ ഷീറ്റ് കെട്ടിയോണ്ട് ഈ കൊല്ലം വല്ലാണ്ടായത് ഇവിടെ. ഇതൊക്കെ ഞാൻ പത്തി ഇട്ടതാ. ഇതെല്ലാം എവിടെ ഇരുന്നോ? കുറച്ച് മണ്ണ് ഇവിടെ ഇതുണ്ട്. ഇവിടെ നല്ലോണം ചെളി പോലെ ആയിപ്പോയിട്ടാ. കുറച്ച് മണ്ണൂടെ ഇടണം. വലയിട്ടുള്ളപ്പോൾ പെറുക്കാൻ വേണ്ടിയിട്ട് വെച്ച ഇതൊക്കെയാണ്. ഇതൊക്കെ ആകെ പൊടി പിടിച്ച് അലാക്കായിട്ടാണല്ലേ. അതെ, അതെല്ലാം ആവശ്യത്തിന് കത്തിക്കും. പിന്നെ അല്ല, ക്യാമറ പിടിച്ചിട്ടാ കൊണ്ടുവന്നത്. അതെല്ലാം ശരിയല്ലേ, പിന്നെ കത്തിക്കണ്ടേ. പിന്നെ വേറൊരു സംഭവം കൂടി അയ്യോ, കാണിച്ചു കൊടുക്കണം. ഇല്ല, അവിടെ ഉണ്ടാവും. കണ്ട എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടാ. അവിടെ ചേരി ഇതെല്ലാം ഉണ്ടാവും. കാണിച്ചു തരാം. അവിടെ ഇരുന്നേട്ടാ. നിങ്ങ എന്തിനാ തുറന്ന് കാണിക്കുന്നത്? ആ, പിന്നെ 2 കൊല്ലത്തിന് മുകളിൽ 3 കൊല്ലായിട്ട്. അയ്യേ, ഇതെന്തിനാണെന്ന് നിങ്ങ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതവിടെ ഇരുന്നോട്ടെ. അതില്ലേ, ഒരു സേഫ്റ്റിക്ക് നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വിറകൊക്കെ വീട്ടിൽ വേണം, നല്ലതാണത്. അതിന് അങ്ങനെ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് പൊത്തി നല്ല വൃത്തിയായിട്ട് വെച്ചേക്കാം. കത്തിക്കൂല. പിന്നെ കത്തിക്കൂല. നിങ്ങൾക്കല്ലേ തണുക്കുമ്പോ വെള്ളം ചൂടാക്കുന്നെല്ലാം പറയുമ്പോ എവിടെന്നാ പിന്നെ ചൂടാക്കി തരുന്നത്? കത്തിക്കൂല. ഒരു വേണമെങ്കിൽ പണിയെടുക്കാം അവിടെ നിന്ന്. ഇതിന് ഒടിച്ചിലോ നോക്കണ്ട അല്ലേ. ഈ പ്രാവശ്യത്തെ മഴക്ക് മുറ്റം വല്ലാണ്ട് അങ്ങോട്ട് ചളി കെട്ടി പോയിട്ടാണ്. നമ്മളിവിടെ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് വല്ലാത്തൊരു ചളിയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊണ്ടാണ് പിന്നെ ഇത്രയെങ്കിലും കളറിൽ കിടക്കണം. നല്ല കറുത്ത് കെട്ടിയിട്ട് അങ്ങനെ ആയി പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു ചിന്തയാണ് ജില്ലി ഇറക്കിയാലോ എന്ന്. പക്ഷേ മഴ മാറാണ്ട് ഞങ്ങൾക്ക് അത് ഇറക്കാനും പറ്റില്ല. കാരണം സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മഴ ഒന്നും അങ്ങോട്ട് വലിഞ്ഞ് നിന്നെങ്കിലേ ഞങ്ങൾക്ക് അത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്നിച്ചൊരു ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും സെറ്റാക്കി കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ചെറിയൊരു കാര്യം. അതെ, ഞങ്ങൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറിയ മാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ. അത് കുഞ്ഞു മാറ്റം കേട്ടോ. നമ്മളെ വീടിന് ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്പിനെ തൽക്കാലം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിനെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക്. ഈ ഒരു കമ്പി നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവുമെന്നറിയില്ല. ഈ ഒരു കമ്പി, അതുപോലെ തന്നെ ആ ഒരു കമ്പി. ശരിക്കും ഈ ഒരു കമ്പി ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴാണ് നമുക്ക് കുറച്ച് സ്ഥലം തോന്നിയത്. ഇപ്പോൾ മനസ്സിലാവും എന്താണെന്നറിയില്ല. മുറ്റത്ത് ഇപ്പോൾ കുറച്ച് സൗകര്യം കിട്ടിയ പോലെ ഉണ്ട്. ഒരു കമ്പിയെ മാറിയിട്ടുള്ളൂ അങ്ങോട്ട്. എന്നാലും കുറച്ചൊരു സ്ഥലമുള്ള പോലെ തോന്നി കേട്ടോ. ഇതാ, അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു കരവിരുതാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ അടിച്ചുവിടെ ഇങ്ങനെ വെച്ചാണ്. നമ്മുടെ ഈ ഒരു ബെഞ്ച് ഉണ്ടല്ലോ, ഇത് മഴ ഇവിടെ കൊലയിക്കിടുമ്പോൾ എന്തായാലും മഴ കൊണ്ട് ഇങ്ങനെ നല്ലോണം കറുപ്പൊക്കെ പിടിച്ച പോലെ ആയിട്ടാണ്. ഇത് ഞാൻ കുറച്ചൊക്കെ വരച്ചൊക്കെ നോക്കലുണ്ട്, പക്ഷേ അത് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേട്ടാ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സാധനം എന്താണെന്ന് അകത്തുണ്ട്. അപ്പോൾ അകത്ത് പിന്നെ വേറെ ഒന്നുമല്ല, അന്ന് നമ്മൾ സോഫയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കർട്ടൻസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കർട്ടനൊക്കെ ചെറുതായിട്ടൊന്ന് വാങ്ങിച്ചിട്ട് ഓണമൊക്കെ അല്ലേ, നമുക്ക് ഒരു വൃത്തി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊന്ന് കാണിച്ചതേ. ഇപ്പോൾ നമ്മളെ കർട്ടൻ ഇവിടെ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. രസം ഉണ്ടെങ്കിൽ പറയണോട്ടാ, രസം ഇല്ലെങ്കിലും പറയണോട്ടാ. ഇത് ഇപ്പം ഞങ്ങൾക്ക് ഒരു രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന വേറൊരു കാര്യമാണിത്. ചെറിയൊരു പൈസേൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഒരു ഭംഗി കിട്ടി. ഇത് അടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൂരത്തു നിന്നൊക്കെ പെട്ടെന്ന് കയറിയൊക്കെ വരുമ്പോൾ, നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടൊക്കെ തോന്നി കേട്ടോ. ഇതിൻ്റെ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണുമ്പോൾ കണ്ടോ. ഇനി വിളക്ക് ഇപ്പോൾ കത്തിച്ച് വെക്കാത്ത സമയം ആയതുകൊണ്ടാണ് വിളക്ക് കിടത്തിയതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ഇപ്പം ഏകദേശം ഇങ്ങനെയാണ് ഉള്ളത്.
ഇത്ര രസമുണ്ടോയെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. നെക്സ്റ്റ് നമ്മളെ ബെഡ്റൂമാണ് കേട്ടോ. അതാ ബെഡ്റൂമിൽ വലിയ സംഭവമൊന്നുമില്ല, ആ ഒരു കർട്ടൻ തൂക്കിയത് മാത്രമേ ഉള്ളൂ. കർട്ടൻ ഞങ്ങൾ അടി മുറിച്ച് കളഞ്ഞതാണ് കേട്ടോ. വലിയ കർട്ടനാണ് വാങ്ങിയത്, പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ആ ഒരു അതാണ് എനിക്ക് രസമായിട്ട് തോന്നിയത്. ഞങ്ങൾ ഫസ്റ്റ് ഫുള്ള് ഇട്ടിരുന്നതാണ്, പക്ഷേ ഇപ്പം ഇത് എന്തായാലും ഒരു ചേഞ്ച് അല്ലേ, കിടക്കട്ടെ. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണുള്ളത് ബെഡ്റൂം. ഇങ്ങനെയൊക്കെ അല്ലാണ്ട് പിന്നെ ഇനി എന്തോ മാറ്റം വരുത്താനല്ലേ, ഒരു ചെറിയ കർട്ടൻ വന്നാൽ മതി, ഒരു ചെറിയ ബെഡ്റൂമിനൊക്കെ ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. ചെറിയൊരു സംഭവമാണ്, അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാടി ഇത് നമ്മളെയൊക്കെ കാണിക്കുന്നതെന്ന്. പക്ഷേ ഇത് മാത്രമല്ല, ഞങ്ങൾ ചെറിയൊരു ചേഞ്ചും കൂടി അങ്ങനെ വരുത്തുന്നുണ്ട് മുറ്റത്തൊക്കെയും, ഞാൻ പറഞ്ഞല്ല അതുപോലെ. അപ്പോൾ എല്ലാം കൂടി ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ സാധനമൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മീഷോ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെല്ലാം പച്ചയൊക്കെയാണ് ഓർഡർ ചെയ്തത്, വന്നതൊക്കെ പല പല കളറായിപ്പോയി. പിന്നെ എല്ലാം ഒപ്പിച്ച്. പിന്നെ നമ്മളെ ഗണപതി, കുഞ്ഞു ഗണപതി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണൻ നമുക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. കർട്ടൻ്റെ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ChatGPT-നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ കളർ സോഫയ്ക്ക് എന്ത് കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ ChatGPT സജസ്റ്റ് ചെയ്തതാണ് നമ്മളെ ഈ ഒരു ഇളം പച്ച, ഈ ഒരു ചെറുപയർ പച്ച കളർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ജില്ലി ഇടണം. ജില്ലി അപ്പോൾ ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഷർട്ടായിട്ടിരിക്കണോണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് പറയാമല്ല, സംസാരിക്കാമല്ല. അപ്പോൾ ജില്ലി ഇപ്പം ഞങ്ങൾക്കില്ലേ, ജില്ലി ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. മഴ കാരണം അവിടെ ഒന്നും ഇറക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, അവിടെ ഇറക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കടത്തണമെങ്കിൽ. നമുക്ക് കടത്തണമല്ലോ, അതല്ലേ വിഷമം. അപ്പോൾ ചൈനയുടെ ഒരു സൈഡിൽ ചൈനയുടെ മതിൽ, റഷ്യന്റെ മതിൽ, കുറേ മതിൽക്കെട്ടിനകത്താണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കടത്തണമല്ല. അപ്പോൾ ഒരു തെളിവ് കാണാണ്ട് അവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇനി അയൽവക്കോ ആൾക്കാർക്ക് അനിയണം, എന്നാലും നമുക്ക് കടത്താൻ പറ്റുള്ളൂ. വഴി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ഉള്ള വഴി. അങ്ങനെ വഴിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിലും അതിനിപ്പോ നല്ലൊരു വേനൽ കാണാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഇതിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ അവിടെ എങ്ങാണ്ടായിട്ട് തന്നെ നമുക്ക് അവിടെ എങ്ങാനായിട്ട് നമുക്ക് ജില്ലി ഇറക്കണം. ഇത് നമ്മളെ മതിലല്ല, ഇത് നമ്മളെ മതിലല്ല. അപ്പൊ ഈ പൈപ്പ് ഇവിടെ നിന്ന് മാറ്റിയത് ഇതൊരു മതില്, ഇത് അംഗനവാടിയുടെ മതില്. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. അല്ല, അതുകൊണ്ട് എന്തായി ഞങ്ങൾക്ക് മതിൽ കെട്ടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിര് കെട്ടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ അയൽവകക്കാരെല്ലാം കെട്ടിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പം അത് എന്തായാലും അതുകൊണ്ട് നല്ല വൃത്തിയായി നമുക്ക് നമ്മളെ ആ ഒരു മതിൽക്കെട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നമുക്ക് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അതെ, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജില്ലിപ്പൊടി ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇവിടെല്ലാം ഞങ്ങള് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടതാണ്, പക്ഷെ രക്ഷയില്ല. ഈ പൈപ്പ് പോയ നല്ല സ്ഥലം തോന്നില്ലേ? ഇതാ ഇങ്ങോട്ട് കുറച്ച് നല്ല സ്ഥലം കിട്ടി. ജില്ലി ഇട്ടിട്ട് കാണിക്കണോ, ജില്ലി ഇടാണ്ട് സ്റ്റോപ്പ് ചെയ്യണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ജില്ലി ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ജില്ലി വരുമോ, ജില്ലി കിട്ടുമോ ഇല്ലയെന്നൊന്നും ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അതുകൊണ്ടാണ് കിട്ടും, ജില്ലിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം തെളിവ് കണ്ടിട്ടുണ്ടല്ലോ, തെളിവ് കണ്ടു നിന്നാലേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം. അപ്പോൾ ജില്ലയൊക്കെ ഇട്ടതിന് ശേഷം അത്യാവശ്യം മെനയാവുമെന്ന് തോന്നുന്നു. കുറച്ച് വൃത്തിയൊക്കെ ആക്കിയിട്ട് കാണിക്കാമല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്തും, അല്ലെങ്കിൽ കാരണം ജില്ലിന് അഥവാ നമുക്ക് വന്നില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജില്ലി 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ഇടാം, കാരണം എല്ലാം കൂടി കാണിച്ചിട്ട് നിങ്ങളെ വെറുപ്പീരാക്കണ്ട. ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്താം. ഇനി ഞങ്ങൾ കുറച്ച് ആലോചനയും ചിന്തയിലൊക്കെയാണ്. കാരണം ജില്ലി ഇടണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ള പിന്നെയും ആലോചിക്കുമല്ലോ, നമ്മൾ ഒരുപാട് പ്രശ്നം ആലോചിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കൂടി ആലോചിച്ചു. അതിനുശേഷം എന്തായാലും ജില്ലി ഇടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ ഒരു അടിപൊളി ഒരു സംഭവമായിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അടുത്തത് മിസ്സാക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അല്ലേ. ടാറ്റ ഏട്ടാ.